ഏവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. സുബൈർ ബാബാണ് സംസാരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മാറാക്കര പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ്. ഇവിടെ നമ്മുടെ കെയർ ഓഫിൽ ഈ കാണുന്ന ഇരുനില വീട് വിൽപ്പനയ്ക്കുള്ളതാണ്. 15 സെന്റ് ഭൂമിയാണ്. അപ്പം ആവശ്യമുള്ള എൻ്റെ കൂട്ടുകാർ വിളിക്കേണ്ട നമ്പർ 9562746717. മക്കളെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും പറയാം. ഇതിലിപ്പം ആൾറെഡി 5 ബെഡ്റൂം ഉണ്ട്. അതോടൊപ്പം ഈ കാണുന്ന തെങ്ങും 7 എണ്ണം നല്ല കായുള്ള 7 തെങ്ങുണ്ട്. അതോടൊപ്പം മൂച്ചി, പ്ലാവ് ഇങ്ങനെ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം ഇവിടെ റെഡിയാണ്. ചുറ്റും മതിലുണ്ട്. അതോടൊപ്പം കിണർ, കുഴൽ കിണർ അതുകൊണ്ട് മൊത്തത്തിൽ കട്ട വിരിച്ച ഒരു മുറ്റവും അതോടൊപ്പം ഈ കാണുന്ന ഒരു ടെറഫ് കണ്ട നിങ്ങൾ, നല്ലൊരു ടെറഫുണ്ട്. കുട്ടികൾക്ക് പന്ത് കളിക്കണമെങ്കിലും കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കണം, ഇങ്ങനെ ആസ്വദിക്കുകയും ചെയ്യാം. അതോടൊപ്പം കാടാമ്പുഴ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ, നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നൊക്കെ 2 കിലോമീറ്റർ. അതോടൊപ്പം പള്ളി, മദർസ് ഇങ്ങനെ എല്ലാ സൗകര്യത്തും. സിയാറത്തുങ്കൽ പള്ളിയിലേക്ക് 1 കിലോമീറ്റർ, കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്റർ, ഗ്രേസ് വാലി സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ, അവിടെ ഇഫ്ത് കോളേജും മറ്റും എല്ലാ സൗകര്യവും. അതോടൊപ്പം ഇത് ഹൈവേയിൽ നിന്ന്, നമ്മുടെ കാടാമ്പുറ റൂട്ടിലെ ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹൈവേയിൽ നിന്ന് വെറും 100 മീറ്റർ ഡിഫറൻസിലാണ് ഈ വീടുള്ളത്. നല്ല വീട്. ഇതിൻ്റെയൊക്കെ പില്ലർ കണ്ടില്ലേ, സ്റ്റീൽ വർക്കാണ്. ഇത് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. നല്ല പൈസ ചിലവഴിച്ചിട്ടുണ്ട് ഈ വീടുമേ. മൊത്തം A to Z വർക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. സിറ്റൗട്ടിനാണെങ്കിൽ ഞങ്ങൾ ഗ്രില്ലൊക്കെ ഇട്ട് അതിസുന്ദരിയാക്കി അല്ലേ, മനോഹരമായ വർക്ക്. ഇതിനൊക്കെ നമ്മൾ പൈസ അങ്ങോട്ട് കൂട്ടുമ്പോഴേ നമ്മളിത് ഇടിപ്പിക്കുമ്പോഴേ നമുക്കതിൻ്റെ പൈസേൻ്റെ ചിലവിനെ പറ്റി അറിയുള്ളൂ. ഇത് മൊത്തത്തിൽ ഇങ്ങനെ വാങ്ങുമ്പോൾ വീട് വാങ്ങുന്നതാണോ വീട് നിർമ്മിക്കുന്നതാണോ ലാഭം എന്ന് ചോദിച്ചാൽ വീട് വാങ്ങുന്നതാണ് ലാഭം എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്ലോറിങ് മാർബോണൈറ്റാണ്. നല്ലൊരു ഇരിപ്പിടുണ്ട്. ഡോറിൻ്റെ വർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നല്ല കൊത്തുപണികളാൽ 2 ഡോറിങ്ങനെ കാണുമ്പോൾ വീട് അടച്ചിടുമ്പോൾ ഒരു ഭംഗി വേണം, തുറന്നിട്ടാലും ഭംഗി വേണമെന്ന് പറഞ്ഞില്ലേ. കണ്ടോ, നല്ല 2 ഒപ്പിക്കൽസ് വർക്കല്ല, നല്ല ഡോറ്. ഒരു വീട്ടിലിങ്ങനെ ഒരു സിറ്റൗട്ടിൽ വന്ന ഒരാൾ ഗസ്റ്റൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം നോക്കുന്നത്, അവരുടെ കണ്ണെടുക്കാൻ പോകുന്നതെങ്കിൽ ആ ഡോറിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഡോറിന് ആൾക്കാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഈ ഒരു വീടിനും ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ നല്ലൊരു ഷോക്കേസ് ഉണ്ട്. നല്ലൊരു വീട്. പിന്നെ നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്കാണ് പ്രവേശിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ തിരക്കുകളില്ലാത്തൊരു ഡൈനിങ് ടേബിള്, ഹാൻഡ് വാഷ് ചെയ്യാൻ. അതോടൊപ്പം സ്റ്റെയർ കേസ് ഉണ്ടല്ലേ, സാധാ സ്റ്റെയർ കേസ് ഉണ്ട്. മുകളിലേക്ക് പോവാം. നമ്മൾ താഴെ എല്ലാം മൊത്തം ഒന്ന് കാണിക്കാം. ഇപ്പം ലിവിങ്ങും നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂം ആക്കാം. അത് ലിവിങ് ചേർത്താണ് നമുക്ക് താഴെ 3 റൂമുള്ളത്. ഇത് ഒരു ബെഡ്റൂം. ഇതിൻ്റെ താഴെയുള്ള 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ഷോക്കേസ് ഉണ്ട്. ഇതിന് പിന്നെ AC കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണേ. കിച്ചൺ വർക്കെല്ലാം തീർന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് ഇനി നമ്മൾ 1 രൂപ പോലും ചിലവഴിക്കണ്ട. A to Z വർക്ക് തീർന്നൊരു വീട്. അതും ഇത്ര ഹൈവേ വർക്കിന് നമുക്ക് എവിടെ കിട്ടാനാ? ഈ വിലക്ക് കിട്ടൂല. സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കണം. നമ്മൾ വെക്കും പലപ്പോഴും വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ കാലിയായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെയാണ് പാത്രം കുടിക്കൊക്കെ വെക്കട്ടോ. അടിപൊളിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിൽ. സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂം അത്യാവശ്യം നല്ല സ്പേസിലെ സ്റ്റോർ റൂമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്ക്, വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ലെങ്ത്തിൽ കൊടുക്കണം. നല്ല നീളമുണ്ട്. കണ്ടോ, നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ആവശ്യമില്ല കൂട്ടുകാരെ വിളിക്കേണ്ട നമ്പർ 9562746717. അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു വ്യൂ ഇട്ടുണ്ട്. നമുക്ക് ഇതാണ് സ്റ്റെയർ കേസിൻ്റെ ഭംഗി നമുക്കിങ്ങനെ ആസ്വദിക്കാം. മുകളിലേക്ക് എത്തുമ്പോൾ
നമ്മളെ സ്വീകരിക്കുന്നത് ഒരു ഹാള് തന്നെയാണ്. സാധാരണ ഒരു ഹാള് എല്ലായിടത്തും പോലെ ഈ ഹാളിൽ ഇവരൊരു കട്ടിലിട്ടുണ്ട്. ഒക്കെ സൗകര്യത്തിനനുസരിച്ച്. പിന്നെ ഹാളിൽ നിന്ന് നമ്മൾ ഇതാ വിശാലമായൊരു ബെഡ്റൂം. ഇത് നമുക്കുള്ളത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്. ഹാളിൽ നിന്നൊരു കോമൺ ടോയ്ലറ്റും. സാധാരണ യൂറോപ്പിന് മുകളിൽ 2 യൂറോപ്യനാണ്. താഴെ 2 മുകളിൽ 2. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അങ്ങനെ മുകളിൽ 2 ബെഡ്റൂം 2 ടോയ്ലറ്റും, താഴെ 3 ബെഡ്റൂമും 2 ടോയ്ലറ്റും. ബാൽക്കണിയിലേക്കാണ് പ്രവേശിക്കുന്നത്. കണ്ടോ നിങ്ങൾ? അതിമനോഹരമായൊരു ബാൽക്കണി. വീടുകളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയ കണ്ടോ? അതിമനോഹരമായൊരു ബാൽക്കണി. ഡ്രസ്സുകളൊക്കെ തോരണമെങ്കിൽ തോരടാം. വിശാലമായിട്ട് അയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ആണെങ്കിൽ, നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് അല്ലേ? അപ്പോൾ അതിനൊക്കെ പറ്റി നല്ലൊരു വിശാലമായൊരു ഹാൾ, പിന്നെ എന്താ പറയുക, ഒരു വരാന്ത. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ കാണോ നിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, തെങ്ങ് മൊത്തം 7 തെങ്ങാണ്. ഓരോ കൊലമ്പേലും ചുരുങ്ങിയത് ഒരു 50 40 50 നാളികേരുണ്ടാവും. ഞാൻ ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ നോക്ക് അടുത്ത തെങ്ങ് കണ്ടോ? ഒരു 30 40 ഓരോ കൊലയിൽ 30 40 നാളികേരുണ്ടാവും. അതുപോലെ ജീവിക്കാൻ നല്ല. അപ്പോൾ ഇത്രയും നല്ലൊരു സൗകര്യം, അതായത് ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ എല്ലാ സൗകര്യവും. അതോടെ പിന്നെ നിങ്ങൾക്ക് അടയ്ക്ക വേണോ, നിങ്ങൾ വെറ്റിൽ നിന്ന ആൾക്കാരാണെങ്കിൽ അതും ആവശ്യത്തിനുണ്ട് കേട്ടോ. അതും പൈസ കൊടുത്ത് വാങ്ങണ്ട. പിന്നെ കുരുമുളകാണോ വേണ്ടത്, അതുമുണ്ട്. ഇതാ ഒരു വീട്ടിലേക്ക് എന്താണോ നമുക്ക് ആവശ്യം, അത് ചക്ക മാങ്ങ തേങ്ങ കുരുമുളക് പിന്നെ അടയ്ക്ക. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി. അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തവരിൽ നിന്ന് മാത്രമേ നമ്മൾ നറുക്കെടുക്കുള്ളൂ. ഇനി നിങ്ങൾ ഷെയർ ചെയ്യാതെ കള്ളത്തരം കാട്ടിങ്ങൾ നമ്പർ മാത്രം എഴുതി പോയി കഴിഞ്ഞാൽ ഞാൻ നറുക്കെടുപ്പിലൂടെ ഒരു പക്ഷേ നിങ്ങൾ കിട്ടിയെന്ന് വെച്ചോളൂ. കിട്ടിയാൽ നിങ്ങൾ ഏത് നറുക്കെടുപ്പിലൂടെ അത് കിട്ടിയാൽ നമ്മളെടുത്ത് അതിൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അഥവാ നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടിയിട്ട് നിങ്ങൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് ശേഷം നിങ്ങൾ നമ്പർ എഴുതിയാൽ മതി. അല്ലെങ്കിൽ വെറും നമ്പർ എഴുതിയങ്ങാണ്ട് കിട്ടട്ടെ നമ്പർ എഴുതി പോകാമെന്ന് കരുതിയാണ്ട് നിന്ന് കഴിഞ്ഞാൽ 10 പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം 58 പേരിൽ നമ്മൾ 10 പേർക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. 10ൽ കൂടുതൽ പേർക്ക് സമ്മാനം കിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ അവർ നമ്പർ എഴുതിയിട്ടുള്ളായിരുന്നു, അവർ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കൂട്ടോ. ഷെയർ ചെയ്തവർക്ക് മാത്രമേ സമ്മാനം കൊടുക്കുള്ളൂ. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സ്പെഷ്യൽ ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ്.